ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ഇവിടെ കൂടിയിരിക്കുന്നത്. ബിബന്ധനായ തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ചു സ്ഥലപരിമിതിയെക്കുറിച്ച്. അത് സമസ്തയുടെ ഒരു പ്രത്യേകതയാണ്. സമസ്ത എവിടെ പരിപാടി നടത്തിയാലും അവിടെ ഒഴിഞ്ഞ കസേരകൾ ഉണ്ടാവില്ല, കാലുകുത്താൻ ഇടമുണ്ടാവില്ല. എല്ലാ മൈതാനങ്ങളെയും തോൽപ്പിക്കുന്ന, എല്ലാ ഓഡിറ്റോറിയങ്ങളെയും കവച്ചു വെക്കുന്ന വലിയ ജനപ്രവാഹം സമസ്തയുടെ പരിപാടികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത് കാസർഗോഡ് കുണിയയിൽ നമ്മൾ കണ്ടതാണ്. ഹെക്ടർ കണക്കിന്, ഏക്കർ കണക്കിന് വലിയ മൈതാനങ്ങൾ, കടപ്പുറങ്ങളെയൊക്കെ തന്നെ തോൽപ്പിക്കുന്ന സംഘടനാപരമായ കരുത്തുള്ള ഒരു സംഘടനയാണ് സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. അങ്ങനെ ഒരുപാട് പാരമ്പര്യങ്ങളുള്ള, പൈതൃകങ്ങളുള്ള സമസ്ത അതിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ പുതിയ തുടക്കത്തിനു കൂടി ഇവിടെ തുടക്കമിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഔപചാരിക വിദ്യാഭ്യാസത്തെയും നമ്മുടെ ധാർമ്മിക വിദ്യാഭ്യാസത്തെയും മതബോധന വിദ്യാഭ്യാസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി സമസ്ത ആരംഭിച്ചിരിക്കുകയാണ്. നാളെ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ധാർമ്മികമായ അപചയം നമ്മുടെ ഔപചാരികമായ വിദ്യാഭ്യാസത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയായി അറിവുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ അപകടകാരികളായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അറിവ് നേടിയവർ നമ്മുടെ സമൂഹത്തിനൊരു ബാധ്യതയായി പലപ്പോഴും മാറുകയാണ്. ഏറ്റവും കൂടുതൽ അറിവ് നേടിയവർ ഏറ്റവും വലിയ ക്രിമിനലുകളായി നമ്മുടെ സമൂഹത്തിൽ മാറുമ്പോൾ അതിൻ്റെ കാരണം ഔപചാരിക വിദ്യാഭ്യാസത്തിനോടൊപ്പം ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണ് നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ രണ്ട് വിഷയങ്ങൾ, ഒന്നവർ ധാർമ്മികമായി വലിയ മൂല്യച്യുതിയിലേക്ക് പോകുന്നു എന്നാണ്. രണ്ട്, വൈകാരികമായി നമ്മുടെ കുട്ടികൾക്ക് ഉൾക്കരുത്തില്ല എന്നതാണ്. ചെറിയ വിഷയങ്ങളുണ്ടായാൽ പോലും കുട്ടികൾ ആത്മഹത്യ ചെയ്യുക, ഡിപ്രഷൻ പോലെയുള്ള വിഷാദ രോഗങ്ങൾക്ക് കുട്ടികൾ അടിമപ്പെടുകയാണ്. ലഹരി പോലെയുള്ള മാരകമായ മയക്കുമരുന്നിൻ്റെയൊക്കെ മാസ്മരിക വലയത്തിലേക്ക് ചെറുപ്പക്കാർ ആകർഷിക്കപ്പെടുകയാണ്. ഈ ധാർമ്മികവും വൈകാരികവുമായ വിഷയങ്ങൾക്കുള്ള അടിസ്ഥാനപരമായ പരിഹാരമെന്ന് പറയുന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തെയും ആത്മീക വിദ്യാഭ്യാസത്തെയും സമന്വയിപ്പിക്കുക എന്നതാണ് ഏറ്റവും സാധ്യമായ നമ്മുടെ മുമ്പിലുള്ള പരിഹാരം. സമസ്ത നിർവഹിക്കുന്നത് അതാണ്. ഞാൻ 1-ാം ക്ലാസ്സിൽ ആദ്യമായി പഠിച്ച പാഠം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കൊച്ചുപൂവ് എന്ന് പറയുന്ന ഒരു പാഠമാണ് ഞാൻ ആദ്യമായി പഠിച്ചത്. ഒരു കൊച്ചും ഒരു പൂവും തമ്മിലുള്ള മനോഹരമായ സംഭാഷണമാണ് പദ്യത്തിൻ്റെ ഇതിവൃത്തം. ആ പദ്യം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: പിച്ചിടല്ലേ പറിച്ചിടല്ലേ കൊച്ചുപൂവിനെ നോവിച്ചിടല്ലേ. നിങ്ങൾ സങ്കല്പിക്കുക, ആ പാഠം പഠിപ്പിച്ചപ്പോൾ ഒരു കുട്ടിക്ക് പനി ആയതുകൊണ്ട് ക്ലാസ്സിൽ വരാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. പരീക്ഷ വന്നു, കുട്ടികളുടെ കയ്യിൽ ചോദ്യപേപ്പർ കൊടുത്തു. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ ആരെയാണ് നോവിക്കാൻ പാടില്ലാത്തത്? ആരെയാണ് നോവിക്കാൻ പാടില്ലാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമായി കൊച്ചുപൂവ് എന്ന പാഠം പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിൽ വന്ന കുട്ടികൾ ഉത്തരം എഴുതി: കൊച്ചുപൂവിനെയാണ് നമ്മൾ നോവിക്കാൻ പാടില്ലാത്തത്. ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്, പിച്ചിടല്ലേ പറിച്ചിടല്ലേ കൊച്ചുപൂവിനെ നോവിച്ചിടല്ലേ. പക്ഷേ ആ പാഠത്തെക്കുറിച്ച് അറിയാത്ത, ആ പാഠം പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിൽ വരാത്ത ഒരു കുട്ടി ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വിറച്ചു. ആരെയാണ് നോവിക്കാൻ പാടില്ലാത്തത്? നോവിക്കപ്പെടാൻ പാടില്ലാത്തവരുടെ ഒരുപാട് പട്ടിക അവൻ്റെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞു. ഒരുപാട് ആലോചിച്ചതിന് ശേഷം അവൻ ഉത്തര പേപ്പറിൽ കടലാസ് പെൻസിലെടുത്ത് അവൻ കോറിയിട്ടു: ആരെയാണ് നോവിക്കാൻ പാടില്ലാത്തത്? ഉമ്മയെയാണ് നോവിക്കാൻ പാടില്ലാത്തത്, അമ്മയെയാണ് നോവിക്കാൻ പാടില്ലാത്തതെന്ന് ആ കുട്ടി ഉത്തരം എഴുതുകയാണ്. പക്ഷേ ഉത്തര പേപ്പർ നോക്കുന്ന ടീച്ചർ കൊച്ചുപൂവിനെ നോവിക്കാൻ പാടില്ല എന്ന് ഉത്തരം എഴുതിയ കുട്ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഉമ്മയെ നോവിക്കാൻ പാടില്ല എന്ന് അർത്ഥവത്തായ ഉത്തരം എഴുതിയ കുട്ടിക്ക് തെറ്റു കൊടുക്കുകയാണ്. നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത, പോരായ്മ അതാണ്. നമുക്കറിയാം, നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ പാഠപുസ്തകങ്ങളിലൂടെ ലഭിക്കുന്നത് അറിവ് മാത്രമാണ്. ആ അറിവിനപ്പുറത്ത് തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് ആത്മീക ധാർമ്മിക വിദ്യാഭ്യാസത്തിലൂടെയാണ്. തീർച്ചയായും അതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ പദ്ധതി സമസ്ത ആരംഭിക്കുമ്പോൾ നമ്മുടെ സമൂഹം നേരിടുന്ന എല്ലാ വിഷയങ്ങൾക്കുമുള്ള ശാശ്വതമായ പരിഹാരങ്ങളിൽ ഒന്ന് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം നമുക്ക് ധാർമ്മിക വിദ്യാഭ്യാസം, എല്ലാ മേഖലയിലും ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ വിപ്ലവത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന ഒരു മാതൃകയാണ് സമസ്ത ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും. അങ്ങനെ നമ്മുടെ സിലബസുകൾ സമൂലമായി പരിഷ്കരിച്ച് ആത്മീക ധാർമ്മിക ഔപചാരിക വിദ്യാഭ്യാസം പരസ്പരം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ സമൂഹം, നമ്മുടെ കാലം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാതൃകയായി കാലത്തിനു മുന്നേ എല്ലാ കാലത്തും സഞ്ചരിച്ചിട്ടുള്ള ഒരു വലിയ സമാനതകളില്ലാത്ത പാരമ്പര്യമുള്ള സംഘടനയാണ് സമസ്ത. ആ സമസ്ത ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം നൽകുമ്പോൾ എല്ലാ സമൂഹം ഒന്നടങ്കം
വലിയ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു. സമസ്തയെ അനുകരിക്കാൻ എല്ലാ മതസംഘടനകളും എല്ലാ സാമുദായിക സംഘടനകളും കേരളത്തിലെ ഔദ്യോഗിക സംവിധാനങ്ങളും എല്ലാം മുന്നോട്ട് വരേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ലഹരി ഉൾപ്പെടെയുള്ള നമ്മുടെ കുട്ടികളെ കാർന്നു തിന്നുന്ന ക്യാൻസറുകൾക്കെതിരെ കണ്ണു തുറന്ന് ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിക്കും.